അപ്പം നോക്കിക്കേ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ എനിക്ക് രോഗമുണ്ടെന്ന് ബോധ്യം വരണം. ഇത് ബോധ്യം വന്നില്ലെങ്കിൽ മറ്റൊരുത്തം പറയടാ, നീ ഇന്നലെ വല്ലാതെ ചുമക്കുന്ന കേട്ടല്ലോ, നിനക്ക് ലെങ്സിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, പറഞ്ഞു വിടണം. അത് പോട്ടെന്ന് പറഞ്ഞാൽ സാരമില്ല, അല്ല നീ പറഞ്ഞു വിടും. സ്നേഹമുള്ളത് നമ്മൾ പറഞ്ഞു വിടും അല്ലേ? ഇപ്പം അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാലും അമ്മാമ്മ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആശുപത്രി പോകും മനുഷ്യാന്ന് പറയത്തില്ലയോ? പറയും. കാരണം എന്താണ്? അച്ഛൻ മരിച്ചു പോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. മനസ്സിലാകുന്നുണ്ടോ? അവണ്ണം രോഗസംബന്ധമായിരിക്കുന്ന മരണത്തിൽ രക്ഷിക്കാൻ നമ്മളൊരു വൈദ്യനെ കാണാൻ ഇച്ഛിക്കുന്നത് പോലെ പാപസംബന്ധമായിരിക്കുന്ന നിത്യമരണത്തിൽ നരകവിധിയിൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വൈദ്യനുണ്ട്. മറ്റിടത്ത് ഒത്തിരി ഡോക്ടറുണ്ട്. ഇവിടുത്തെ ഡോക്ടറെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറെ പോയി കാണാം അല്ലേ? ഈ ഹോസ്പിറ്റലിൽ നമുക്ക് യോഗ്യം അല്ലെങ്കിൽ അടുത്ത ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പാപമോചനം തരുന്ന ഡോക്ടർ വൈദ്യൻ ഒറ്റ ഒരാളേ ഉള്ളൂ. ലോകത്തിൽ ഒരുത്തനേ ഉള്ളൂ, രണ്ടുപേരില്ല. ഉണ്ടോ? അപ്പൊ പാപമോചനം സ്വർഗത്തിൽ നിന്ന് വരുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ വേറെ ഒരുത്തനുമില്ല. അപ്പൊ ഈ ഭൂമിയിൽ ഒരു ഡോക്ടറെ മാത്രമേ ഉള്ളെങ്കിൽ നമ്മളെല്ലാം അവൻ്റെ അടുത്ത് പോകത്തില്ലേ? അവണ്ണം പാപമോചനം തരുവാൻ കഴിയുന്ന വൈദ്യൻ ഒരുത്തന്നെ ഉള്ളത് യേശു ക്രിസ്തു. അപ്പൊ പാപത്തിന് പരിഹാരം ക്രിസ്തുവിൽ മാത്രമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് പോകാം. എങ്ങനെയാ പോകുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, അച്ഛൻ പാപിയ അല്ലേ? അച്ഛനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് പാപമുണ്ട് അല്ലേ? അമ്മാമേ പാപിയ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ എനിക്കറിയാം, നിങ്ങൾ അറിയാവുന്നതിനേക്കാളും ഉപരി എനിക്കറിയാം, എത്രയും പെട്ടെന്ന് കർത്താവിന്റെ അടുക്കൽ പോയി പാപമോചനം പ്രാപിക്കും. ഇതാ ഞാൻ പറയുന്നത്. അമ്മാമ്മ പറയാം, എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിച്ചോളാം എന്ന് പറയുന്ന പോലെ ഈ രക്ഷ അനുഭവിച്ച ഞാൻ പറയുന്നു, അങ്ങനെയല്ല. എത്രയും വേഗം ഈ വൈദ്യന്റെ അടുത്തോട്ട് പോയിട്ട് സൗഖ്യം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം. ഇവിടുത്തെ രോഗസൗഖ്യം, പാപസൗഖ്യം രക്ഷിക്കപ്പെടുക എന്നുള്ള. അപ്പോഴെങ്ങനെയാ? അപ്പം ഒരു വൈദ്യനേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോഴെങ്ങനെയാണ് നമ്മൾ സൗഖ്യം നേടുന്നത്? ഒന്ന്, ഇത് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഒന്ന്, നമുക്ക് പാപമുണ്ടെന്ന് അംഗീകരിക്കണം. അത് നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അതിന് വലിയ ഗൗരവം കൊടുത്തിട്ടില്ലുണ്ടോ? വലിയ ഗൗരവം കൊടുത്തു. ഒരു ചുമ വരുന്നതിന്റെ ഗൗരവം പോലും ഞാൻ പാപിയാണെന്നുള്ള ബോധത്തിന് കൊടുത്തിട്ടില്ലുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നിങ്ങൾ നിലവിളിച്ച് അവൻ്റെ അടുത്ത് എന്നേനെ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറയത്തില്ലേ? പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, അതിന്റെ ഗൗരവം നമുക്കില്ല. അപ്പൊ ആത്മമരണത്തെ പറ്റിയുള്ള ചിന്ത നമുക്കില്ല. അപ്പൊ കർത്താവ് ചോദിച്ചു, ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നേടുന്നില്ലെങ്കിൽ അവൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അച്ഛൻ ഇവിടെ 4-5 ഏക്കർ ഉണ്ടെന്ന് കൂട്ടി ഉണ്ടായിക്കട്ടെ. ഇതെല്ലാം നേടി ഇതിന്റെ എല്ലാം സ്വത്തെല്ലാം അളന്ന് കൂട്ടി വെച്ചാൽ ഒരേക്കർ 1 കോടി വെച്ച് കണക്ക് കൂട്ടിയാൽ 4-5 കോടി ആവശ്യമുണ്ട് എല്ലാം പറഞ്ഞു. പക്ഷെ നാളെ മരിച്ചു പോയിട്ട് എന്തുള്ളൂ? എന്നെ പ്രയോജനമുണ്ട്? മനോരമ പത്രത്തിനകത്തൊരു ചെറിയ പിള്ളേർക്ക് പിന്നെ ചെറിയ സ്നേഹം തോന്നി കഴിഞ്ഞ ഇച്ചിരി വലിയ ഒരു ഫോട്ടോ അല്ലേ? പക്ഷെ നമ്മൾ എങ്ങോട്ട് പോയി? നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇവിടെ പോകുന്നത് നരകവിധിയിലേക്ക്. അല്ല, അവിടെ ഇടത്തട്ടൊന്നുമില്ല. നരകവിധി എന്ന് പറഞ്ഞാൽ എന്താ? കെടാത്ത തീയും ചാകാത്ത പുഴു. അതിന് അവസാനം ഉണ്ടോ? ഇവിടെ ഇവർ ധൂപ്രാർത്ഥന ചെയ്താലും അവിടെ ഇങ്ങോട്ട് കയറി വരത്തില്ല.